ധന്യ, ശ്രീ പത്മനാഭസ്വാമി വിശ്വാസികളെ അവഹേളിച്ചിരിക്കുകയാണ് CPM. ഈ ആറാട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ആറാട്ട് മണ്ഡപത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയിരിക്കുകയാണ്. ശംഖുമുഖത്താണ് ഈ ആറാട്ട് മണ്ഡപം. തിരുവനന്തപുരത്തുകാർക്കല്ല, ലോകത്ത് മുഴുവൻ ആളുകൾക്ക് ശ്രീ പത്മനാഭൻ എന്ന് പറയുന്നത് അവരുടെ ജീവനിൽ കലർന്ന ഒരു എന്താ പറയുക, ഒരു വികാരമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ എൻ്റെ പത്മനാഭ എന്നല്ല വിളിക്കുന്നത്, എൻ്റെ പപ്പനാഭ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആ വഴിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നെഞ്ചിൽ കൈവയ്ക്കാതെ പോകുന്ന ആരും ഉണ്ടാകില്ല. അത് ഏത് ജാതി മതസ്ഥ, കാരണം തലസ്ഥാന നഗരിയിൽ തല ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും കാവലായി നിൽക്കുകയാണ് ശ്രീ പത്മനാഭൻ എന്ന് പറയുന്നത്. മാത്രമല്ല, രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വരുമാനമുള്ള, ഏറ്റവും പണമുള്ള ഒരു ക്ഷേത്രമായി കൂടി കണക്കാക്കപ്പെടുകയാണ് ശ്രീ പത്മനാഭൻ്റെ നിധി എന്ന് പറയുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്തത്ര നിധി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചതാണ്. ഈ രാജകുടുംബത്തിനാണ് ഇപ്പോഴും ഇന്ത്യ ജനാധിപത്യ രാജ്യമായി കേരളം ഒരു സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും പത്മനാഭൻ്റെ മണ്ണും പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രവും എല്ലാം രാജകുടുംബത്തിൻ്റെ അധീനതയിൽ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാർക്കും എന്നുള്ളത്. അതിൽ തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്നവർക്കോ ഒന്നും ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല. ഇപ്പോഴും രാജകുടുംബം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർ ഇപ്പോഴും ആ രാജാവായി തന്നെയാണ് നമ്മളൊക്കെ കവടിയാർ കൊട്ടാരത്തെ രാജകുടുംബാംഗങ്ങളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ ഈ ആറാട്ട് മണ്ഡപം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളവിടെ ശംഖുമുഖത്ത് പോകുമ്പോൾ നമുക്ക് തന്നെ അവിടെ ഒരു ശിവലിംഗമൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. കാരണം ഭഗവാന്റെ ആറാട്ട് കടന്നു വന്ന് ഇരിക്കുന്ന സ്ഥലമാണത്. ആ സ്ഥലം വളരെ എന്താ പറയുക, ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടും മറ്റ് മോശമായ തരത്തിൽ സ്ത്രീയും പുരുഷനും വന്നിരുന്നു കൊണ്ട് അത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് ആ മണ്ഡപത്തെ കാണുന്നത്. ഈ ആറാട്ട് സമയത്ത് മാത്രമാണ് ആ മണ്ഡപത്തെ ഒരുക്കുന്നതും ആ മണ്ഡപത്തെ അതിൻ്റേതായ രീതിയിൽ രാജകൊട്ടാരം പരിഗണിക്കുന്നതും എന്നുള്ളത്. അതിനു ശേഷം ഈ ആചാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാണിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള ഒരു രീതിയാണ്. അവരതിൽ ഇടപെടാറില്ല. കാരണം ഇടപെട്ടാൽ അത് മറ്റു രീതിയിലൊക്കെ അത് പറഞ്ഞ് മറ്റ് തരത്തിലേക്ക് അത് കാര്യങ്ങൾ മാറുമെന്നുള്ളത് കൊണ്ട് അവർ ആ മണ്ഡപത്തിൻ്റെ കാര്യത്തിൽ, ആറാട്ട് മണ്ഡപത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കൽമണ്ഡപത്തിൻ്റെ കാര്യത്തിൽ അവർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭഗവാന്റെ ആറാട്ടെന്ന് പറയുന്നത് മീനത്തിലെ പൈങ്കുനി ആറാട്ടും തുലാത്തിൽ അൽപ്പശി ആറാട്ടുമാണ് നടന്നു വരുന്നത്. നടന്നു വരുമ്പോൾ ഗരുഡ വാഹനത്തിലാണ് ഭഗവാനെ ഏറ്റിക്കൊണ്ടുവരുന്നത്. ഈ ഗരുഡ വാഹനമാണ് ഈ കൽമണ്ഡപത്തിൽ കൊണ്ടുവന്ന് വച്ചേക്കുന്നത്. വർഷത്തിൽ 2 തവണ 5 മണിക്കൂറാണ് നമ്മുടെ വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഒരു വിമാനത്താവളം അടച്ചിടുന്നത് തിരുവനന്തപുരത്താണ്. ലോക ചരിത്രത്തിൽ അങ്ങനെ വിമാനത്താവളം അടച്ചിട്ടുകൊണ്ട് ഭഗവാന്റെ ആറാട്ട് നടത്താറില്ല. അത്ര പ്രശസ്തിയാണ് ഭഗവാൻ എന്നുള്ളത്. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം നൽകിയപ്പോൾ തന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ആറാട്ട് സമയത്ത് ഭഗവാൻ എഴുന്നള്ളിക്കുന്നത് അതുവഴിയാണ്, അതിനുള്ള അനുമതി ഞങ്ങൾക്ക് തരണം എന്നുള്ളത്. അന്നത്തെ കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതി നൽകി. അതിപ്പോഴും കാലാകാലങ്ങളായി തുടർന്നു വരുന്നു എന്നുള്ളതാണ്. വിമാനത്താവളം വഴിയാണ് ഈ മണ്ഡപത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളരെ ഭക്തിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്, അപൂർവമായി കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പത്മനാഭനെ കാണാൻ പോയാൽ എപ്പോഴും തിരക്കാണ്. പത്മനാഭസ്വാമിയെ കാണാൻ പോയാൽ ഭയങ്കര തിരക്കാണ് എപ്പോഴും. അവിടുത്തെ ആഹാരമൊക്കെ കഴിക്കാനും അവിടെ ചെന്നിരിക്കാനും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നമ്മളെ വല്ലാത്തൊരു ദൈവീകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും, ഭക്തിസാന്ദ്രമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ CPM എപ്പോഴും ഹൈന്ദവരുടെ ആചാരങ്ങളിൽ കൈകടത്തുന്നത് ഒരു എന്താ പറയുക, അവരുടെ ഒരു നേർച്ചയായതങ്ങ് മാറിയിരിക്കുകയാണ്. ശബരിമല വിഷയം വന്നപ്പോൾ പോലും സ്ത്രീകളെ കയറ്റണ്ട എന്ന് ഹിന്ദു സമൂഹം ഒന്നടങ്കം പറഞ്ഞപ്പോഴും ഇല്ല, സ്ത്രീകളെ കയറ്റിയാൽ മാത്രമേ സമത്വം ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കയറ്റാനായി വലിയ രീതിയിൽ ആക്രോശം നടത്തിയവരും വനിതാ മതിൽ കെട്ടിയവരും നവോത്ഥാനം ഉണ്ടാക്കാനൊക്കെ പരിശ്രമിക്കുന്നവരുമാണ് CPM. അവർക്ക് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് ഏത് തരത്തിലും ആണിയടിച്ചാലും അത് വലിച്ചൂരാൻ ആരും വരില്ല എന്നുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു നിലപാടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൽമണ്ഡപത്തിൽ കുടുംബശ്രീക്ക് ആലപ്പുഴയിലെ കുടുംബശ്രീക്കാർക്ക് ഫുഡ് ഫെസ്റ്റ് നടത്താനായി ഒരു സ്ഥലം വിട്ടുകൊടുത്തിരിക്കും. ഈ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുകയാണ്. തീരസംഗമം എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സ്യമാംസാദികൾ
പാകം ചെയ്ത് കൊടുക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അവിടെ ബീഫും ചിക്കനും ഒക്കെ പാചകം ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വേദിയായി കൽമണ്ഡപത്തെ മാറ്റിയിരിക്കുന്നു. ഭഗവാൻ വന്നിരിക്കുന്ന മണ്ഡപത്തെ, അതായത് പിന്നെ പത്മനാഭന്റെ നെഞ്ചത്ത് ബീഫും ചിക്കനും വെച്ച് ആറാട്ട് നടത്തുകയാണ് CPM എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്കെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സത്യത്തിൽ ഇത് അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഗൗതമിന് അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു തിരുവനന്തപുരംകാരിയായതുകൊണ്ട് എനിക്കറിയാം പത്മനാഭൻ്റെ മണ്ണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ പോലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തെന്ന് പോലും അല്ല നമ്മളവർ പറയുന്നത്. ഞാൻ താമസിക്കുന്ന പത്മനാഭൻ്റെ മണ്ണിലെന്നാണ് പറയുന്നത്. ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഓരോ ആളുകളും നമുക്കൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിലോ ജോലി കിട്ടിയാൽ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ. ഇപ്പോൾ ജോലി കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മളൊന്ന് എൻ്റെ പത്മനാഭ എന്ന് മനസ്സ് നെഞ്ചുകൊണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളൊന്ന് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം വികാരമാണ് നമുക്ക്, ഭക്തി വികാരമാണ് നമുക്ക് ശ്രീ പത്മനാഭൻ എന്ന് പറയുന്നത്. ആ പത്മനാഭൻ്റെ നെഞ്ചത്താണ് CPMൻ്റെ ചിക്കനും ബീഫും കൊണ്ടുള്ള ആറാട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഹൈന്ദവ ആചാരങ്ങളുടെ മേൽ കുതിര കയറുന്ന CPMന് തീർച്ചയായിട്ടും പത്മനാഭന്റെ വക തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഇല്ല, നിലവിൽ അവർ പ്രതികരണവുമായി രംഗത്തെത്തിയില്ല. പക്ഷെ അവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നവരല്ല ഈ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ എന്ന് പറയും. ഇപ്പൊ ആദിത്യവർമ്മയാണ് അതിന്റെ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തിനെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒന്നും വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അതിൻ്റെതായ വഴിക്ക് പോട്ടെ. അവർക്കിപ്പോൾ ബീഫും ചിക്കനും വെക്കണം എന്ന് വിചാരിച്ചാൽ വയ്ക്കട്ടെ. അതിൻ്റെ പുറകെ പോയിട്ട് കുറേ വിവാദം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ കുറേ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി അത് കുറേ രീതിയിൽ പിന്നെ സംസാരിച്ച് വഷളാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വഴിക്ക് പോകാറില്ല. നമ്മൾ ഈ ശംഖുമുഖത്തൊക്കെ പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് തന്നെ നമ്മളാ കൽമണ്ഡപം കാണുമ്പോൾ നമ്മൾ കൈകൊണ്ട് നിന്ന് തൊഴും ഭഗവാനെ. കാരണം അവിടെ ഒരു ശിവലിംഗമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭഗവാനെ എന്നൊക്കെ വിളിച്ചത് തൊഴാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഭക്തിയോടുകൂടി ഹിന്ദുക്കൾ കാണുന്ന ഒരു കൽമണ്ഡപത്തെ ഇത്ര ആഭാസത്തിനും അഴിഞ്ഞാട്ടത്തിനും വിട്ടുകൊടുക്കാൻ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കഴിയുന്നത് എന്നുള്ളത്. ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പരിപാടി നടത്തുന്ന വകതിരിവുള്ള ഏതെങ്കിലും ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയാം ഇത് ശ്രീപത്മനാഭന്റെ ആറാട്ടുപുരയാണ്, ആറാട്ട് ഭഗവാൻ എഴുന്നള്ളിച്ച് ഇവിടെയാണ് കൊണ്ടിരുത്താറ്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ ഇത് വെക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ വകതിരിവുള്ള ഒരാൾ നൽകേണ്ടത്. എന്നാൽ അത് നൽകിയില്ല എന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നം വലിയ രീതിയിൽ ശ്രീപത്മനാഭ വിശ്വാസികളുടെ ഹൃദയത്തിൽ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറ്റി തീർത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതൊരു ചെറിയ വിഷയമല്ല ഗൗതം. ഇത് നമ്മൾ സംസാരിച്ച് തീർത്ത് കളഞ്ഞാൽ നാളെ ഇവരൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു പിന്നെ കുടിൽ കെട്ടിക്കൊണ്ട് ഇത്തരം ഫുഡ് ഫെസ്റ്റിവൽ നടത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? നമ്മളിതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരത്തോടെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഇതല്ല ഇതിനപ്പുറം ഇവരൊക്കെ നടത്തും. കാരണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, അതും ഒരു വിമാനത്താവളം വരെ അടച്ചിട്ടുകൊണ്ട് ഒരു ആചാരം നടത്തുന്ന സ്ഥലം, അത്രത്തോളം പ്രാധാന്യമാണ് ആ ആറാട്ടിന് സർക്കാരുകൾ നൽകുന്നത് എന്നുള്ളതാണ്. രാജവംശം നൽകുന്നത് അത്രത്തോളം വലിയ പ്രാധാന്യമാണ്. ആ പ്രാധാന്യത്തെ വെറും എന്താ പറയുക ആഭാസത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത്തരം തെമ്മാടിത്തരങ്ങളൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു പള്ളിയിൽ പിന്നെ എന്താ പറയുക ക്രിസ്മസ് ആഘോഷം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഇടപെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. തൃശ്ശൂരിലാണ്. അതിന് നമ്മൾ ഇത്തരത്തിൽ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ട് അല്ലെങ്കിൽ ആചാരങ്ങളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടുള്ള ഇത്തരം ആഭാസങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം. ഇന്ന് സമൂഹത്തോട് മാപ്പ് പറയണം. ഇന്ന് പത്മനാഭന്റെ ആറാട്ടുപുരയിൽ ബീഫും ചിക്കനും നടത്തിയെങ്കിൽ നാളെ പത്മനാഭന്റെ നെഞ്ചത്ത് ബീഫും ചിക്കനും വെക്കാൻ ഇവർ മടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം.